പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിലെ ഏറ്റവും വലിയ നികുതി പരിഷ്കരണങ്ങളിലൊന്നാണ് ചരക്ക് സേവന നികുതി GST 2017 ജൂലൈ 1 നടപ്പിലാക്കപ്പെട്ടത്. നികുതി സംവിധാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ഒരു രാഷ്ട്രീയ വിഷയമെന്നതിലുപരി സാധാരണ ജനങ്ങളുടെയും വ്യാപാരികളുടെയും രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയുടെയും വിഷയമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. GSTയുടെ വരവോടെ ലളിതമായ നികുതി സമർപ്പണ സംവിധാനം കൂടുതൽ സങ്കീർണമാകുകയാണോ ചെയ്തത്? ആണെങ്കിൽ അതിന് പരിഹാരമെന്ത്? ഈ വിഷയമാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. വൺ നാഷൻ വൺ ടാക്സ്, ഒരു രാജ്യം ഒരു നികുതി എന്നതായിരുന്നു BJP സർക്കാരിൻ്റെ അന്നത്തെ പ്രധാന വാഗ്ദാനം. സംസ്ഥാനങ്ങളിലെയും കേന്ദ്ര സർക്കാരിൻ്റെയും വിവിധ നികുതികളെ ഒന്നാക്കി നികുതി സംവിധാനം ലളിതമാക്കുക, വ്യാപാര സൗഹൃദമാക്കുക, അഴിമതി കുറയ്ക്കുക, നികുതി അടയ്ക്കൽ എളുപ്പമാക്കുക, സാമ്പത്തിക വളർച്ച വേഗത്തിലാക്കുക, ഇതൊക്കെയായിരുന്നു ലക്ഷ്യങ്ങൾ. എന്നാൽ ഇന്ന് ഈ ലക്ഷ്യങ്ങൾ എത്രത്തോളം യാഥാർത്ഥ്യമായെന്ന ചോദ്യം രാജ്യത്ത് ശക്തമായി ഉയരുകയാണ്. ലളിതവും മികച്ചതുമായ നികുതി സംവിധാനമാകേണ്ടിയിരുന്ന GST ഇന്ന് അമിതമായി സങ്കീർണമായ ഒരു സംവിധാനമായി മാറിയിരിക്കുന്നു. ഒരു ചെറിയ വ്യാപാരിയുടെ ജീവിതം ഒന്ന് ചിന്തിച്ചു നോക്കും. മുമ്പ് ഒരു വ്യാപാരി തൻ്റെ കച്ചവടത്തിൽ ശ്രദ്ധിച്ചാൽ മതി. ഇന്ന് അദ്ദേഹം കച്ചവടക്കാരൻ മാത്രമല്ല, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, നികുതി വിദഗ്ധൻ, ഓൺലൈൻ ഫയലിംഗ് വിദഗ്ധൻ എന്നിങ്ങനെ പല ചുമതലകളും ഒരുമിച്ച് വഹിക്കേണ്ട ആളായി മാറിയിരിക്കുന്നു. പ്രതിമാസ റിട്ടേണുകൾ, വാർഷിക റിട്ടേണുകൾ, ഇൻവോയ്സ്, വേ ബിൽ, ഇമ്പോർട്ട് ടാക്സ് ക്രെഡിറ്റ് പൊരുത്തപ്പെടുത്തൽ, ഓൺലൈൻ പോർട്ടലിലെ സാങ്കേതിക പ്രശ്നങ്ങൾ, ഇതെല്ലാം ചെറിയ വ്യാപാരികൾക്ക് വലിയ തലവേദനയായി മാറിയിരിക്കുന്നു. മറ്റൊരു പ്രധാന പ്രശ്നം നിരക്കുകളുടെ സങ്കീർണതയാണ്. ഒരേ സംവിധാനത്തിൽ തന്നെ 0, 5, 12, 18, 28 എന്നിങ്ങനെ നിരവധി നികുതി നിരക്കുകൾ, ഒരേ വിഭാഗത്തിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് പോലും വ്യത്യസ്ത നികുതി നിരക്കുകൾ ബാധകമാകുന്ന സാഹചര്യം പലപ്പോഴും കാണുന്നു. ഇതുമൂലം വ്യാപാരികൾക്കും അക്കൗണ്ടന്റുമാർക്കും ഉപഭോക്താക്കൾക്കും ആശയക്കുഴപ്പം ഉണ്ടാകുന്നു. നികുതി നിയമങ്ങൾ ഇടയ്ക്കിടെ മാറുന്നതും മറ്റൊരു വെല്ലുവിളിയാണ്. ഒരു വർഷം മനസ്സിലാക്കിയ നിയമം അടുത്ത വർഷം മാറുന്നു. പുതിയ സർക്കുലറുകൾ, പുതിയ വിജ്ഞാപനങ്ങൾ, പുതിയ വിശദീകരണങ്ങൾ ഇവയെല്ലാം അപ്രതീക്ഷിതമായി കടന്നു വരുന്നു. ചെറുകിട വ്യാപാരികൾക്ക് ഇതെല്ലാം പിന്തുടരാൻ വലിയ ചെലവും സമയവും ആവശ്യമായി വരുന്നു. കോൺഗ്രസിൻ്റെ അഭിപ്രായം GST ഒരു സഹകരണ ഫെഡറലിസത്തിൻ്റെ മാതൃകയായിരിക്കണമെന്നതാണ്. സംസ്ഥാനങ്ങളുടെ അഭിപ്രായം കൂടുതൽ മാനിക്കപ്പെടണം. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണം. GST കൗൺസിലിൽ യഥാർത്ഥ ചർച്ചയും സമവായവും ഉറപ്പാക്കണം. GSTയുടെ കാര്യത്തിലെ സങ്കീർണത ഒഴിവാക്കുവാൻ ചില ഫലപ്രദമായ നിർദ്ദേശങ്ങളുണ്ട്. GST നിരക്കുകൾ യുക്തിസഹമായി കുറയ്ക്കുകയും ലളിതമാക്കുകയും ചെയ്യുക. ചെറിയ വ്യാപാരികൾക്കുള്ള നിയമ നടപടികളും റിട്ടേണുകളും എളുപ്പമാക്കുക. സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് ഓൺലൈൻ സംവിധാനം കൂടുതൽ വിശ്വസനീയമാക്കുക. നികുതി നിയമങ്ങൾ സ്ഥിരത ഉറപ്പാക്കുക. സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് ഓൺലൈൻ സംവിധാനം കൂടുതൽ വിശ്വസനീയമാക്കുക. നികുതി നിയമങ്ങളിൽ സ്ഥിരത ഉറപ്പാക്കുക. സംസ്ഥാനങ്ങൾക്ക് അർഹമായ സാമ്പത്തിക പങ്ക് സമയബന്ധിതമായി നൽകുക. നികുതി എന്നത് സർക്കാരിന് പണം ശേഖരിക്കുന്നതിനുള്ള മാർഗം മാത്രമല്ല, അത് സാമ്പത്തിക വളർച്ചയ്ക്ക് കരുത്ത് പകരുന്ന ഒരു സംവിധാനമാണ്. നല്ല നികുതി സംവിധാനം എന്നത് ജനങ്ങളെ ഭയപ്പെടുത്തുന്നതല്ല, അവരെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അത് വ്യാപാരികളെ സൃഷ്ടിക്കുന്നതല്ല, വളരാൻ സഹായിക്കുന്നതാണ്. അതിനാൽ GST നിലനിർത്തണമോ വേണ്ടയോ എന്നതല്ല ഇന്നത്തെ ചർച്ച. GSTയെ കൂടുതൽ ലളിതവും നീതിപൂർണവും വ്യാപാര സൗഹൃദവുമായ സംവിധാനമാക്കി മാറ്റണമെന്നതാണ് പ്രധാന ആവശ്യം. വ്യാപാരികൾക്കും വ്യവസായികൾക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന നികുതി സംവിധാനമാണ് ഇന്ത്യക്ക് ആവശ്യം. നമുക്ക് അത്തരമൊരു സംവിധാനത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കാം. നന്ദി, നമസ്കാരം. ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസ്.